അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ ഒരാൾ അണിഞ്ഞൊരുങ്ങി നീണ്ട മുടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അത് നമ്മൾക്കിന്ന് ഫതുവയുടെ സമ്മർ ക്യാമ്പിൻ്റെ എൻഡ് ഡേ ആണെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിയും ഫ്യൂഷൻ ഡാൻസും സിംഗിൾ ഡാൻസും പിന്നെ അതുപോലെ അൽഹംദുലില്ലാ ഫതുവിനെ അന്ന് നമ്മൾ ഗെറ്റ് റെഡി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ മഷാദി ബിയാറിൻ്റെ ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ 3rd പ്രൈസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് കിട്ടുന്ന ദിവസവും കൂടിയാണ്. അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈ ഫതുവിൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തതാണ്. അതുപോലെ കോസ്റ്റ്യൂം മറ്റേ മേക്കപ്പ് ഗ്രൂം ചെയ്തേക്കുന്ന എൻ്റെ ഫ്രണ്ട് എയർ ഹോസ്റ്റസാണ്. അവളാണ് ചെയ്തത് ഫുള്ളും. അവൾ അന്ന് ഓഫായിരുന്നു. അപ്പം ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് അവളെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കാണുന്നത്. അടിപൊളിയായിട്ട് ചെയ്തെന്ന് വേറൊരു ലുക്ക് ഫതുവാക്ക്. ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ എത്തിയത്. അപ്പോഴത്തേ ഞാൻ അവിടെ ഗ്രീൻ റൂമിൽ കൊണ്ടിരുത്തി. നമ്മൾ സ്റ്റേജിൻ്റെ ഇപ്പോഴത്തെ റൂമിൽ കൊണ്ടിരുത്തിയ ഒരു ഇതാണ്. അപ്പം അങ്ങനെ റെഡിയായി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സും എല്ലാവരും വന്ന് ഫതുവാനെ കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫതുവിൻ്റെ ഈ ഒരു ലുക്കും ഈ ഒരു മേക്കപ്പും കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര അതിശയം, ഇത്രയും മുടിയാ, ഇത്രയും മേക്കപ്പ്, ഇതാര് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഫതുവിന് ഭയങ്കര തിരിച്ചെന്തൊക്കെയോ പോലായി. ഇപ്പോൾ അതേ കൂടെ നിൽക്കുന്ന ഐഷ ഫതുവാടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ ഓരോരുത്തരും ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അതിൽ എല്ലാ പിള്ളേരും എന്നോടൊന്ന് പറയാ, ആൻറ്റി യൂട്യൂബ് ചാനൽ കാണാറുണ്ട് കേട്ടോ, ഫതുവ പേര് എന്നിട്ട് അങ്ങ് നോക്കിയിരുന്നു, ഞങ്ങൾ കാണാറുണ്ട്, അപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവുമോ യൂട്യൂബിൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കാണാം പുതിയിരുന്നു പിള്ളേർ ഓരോരുത്തരോരുത്തർ വന്നിട്ട് ഫതുവാനെ കാണാൻ ഓരോ സെക്ഷനാണ് വന്ന പിള്ളേർ. അവർ നേരെ സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത്. ഞാൻ ഫതുവാനെ കൊണ്ടാണ് വന്നത്. പിന്നെ എന്താ പറയുക, ഞാനിതുപോലെ അതുപോലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പിള്ളേർ വന്നിട്ട് പറയാം, ഞങ്ങൾ ഒരു ആൺകുട്ടിയായിരുന്നു മെയിനായിട്ട്, ഞങ്ങൾ വീഡിയോ ഉണ്ടാവുമോ ദൈവം, ഞങ്ങൾ വീഡിയോ ഉണ്ടാവുമോ. കുറച്ച് പേര് അവരുടെ പാരൻസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. കുറച്ച് പേര് റെഡി ആയിട്ട് വന്ന് മിക്കവരും റെഡി ആയിട്ടാണ് വന്നത്. പിന്നെ എന്താ പറയുക, ഒരു ഫ്യൂഷൻ ഡാൻസും സിംഗിൾ ഡാൻസും ആണ് ഫതുവയുടെ. അപ്പോൾ നമുക്ക് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ക്യാമ്പായിരുന്നു. അതിൻ്റെ എൻഡിങ് ഡേയും കൂടി ആയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു പ്രോഗ്രാം കൂടിയാണ്. അപ്പോൾ പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെയാണ്. കാരണം സമ്മർ ക്യാമ്പ് കൂടുമ്പോൾ നമ്മളെ സ്കൂളിൽ തന്നെ അല്ല, പല സ്കൂളിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതിൽ കൂടുതലും മെയിനായിട്ട് ആർട്ട് ക്രാഫ്റ്റ് പിന്നെ അതുപോലെ അക്കാദമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഒക്കെ കിടന്ന് തൊള്ളിച്ചാണ്. എനിക്ക് ആ സൗണ്ട് എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നാലും ഭയങ്കര സൗണ്ടായിരുന്നു. ആ ടീച്ചർമാരെ സമ്മതിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു ഗുഡ് ബോയ്സ് ആണ് ഈ ഒരു ഭാഗത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗുഡ് ബോയ്സ് ഒന്നും ഞങ്ങൾ ബാഡ് ബോയ്സ് ആയിരുന്നു. അത്രയും നല്ല കുട്ടികളായിരുന്നു. പെൺപിള്ളേരും കണക്ക് നല്ല രസമുള്ള മക്കളായിരുന്നു കേട്ടോ. പക്ഷേ അല്ല, ഓരോ മക്കളും ഓരോ വെറൈറ്റി ഡാൻസുകളായിരുന്നു കേട്ടോ. അതെല്ലാം പഠിപ്പിച്ച ടീച്ചേഴ്സിനെ സമ്മതിക്കണം, അത് പഠിച്ച കുട്ടികളെ സമ്മതിക്കണം. അപ്പോൾ പരിപാടി ഏകദേശം തുടങ്ങാൻ ടൈമായി. ഇപ്പോൾ പിള്ളേരെല്ലാവരും എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കത്തിന് അറേഞ്ച് ചെയ്തിരുത്തിയാണ്. ടീച്ചേഴ്സ് ഇവിടെ നിന്നേ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ കൂടെ ഓടും, പിള്ളേർ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ ഓടും. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടലും ബഹളം തന്നെയായിരുന്നു. ഞാനും കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അവർ പിള്ളേർക്ക് കുറച്ചൊക്കെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ചെയ്ത് കൊടുത്തു. മാമിനും ടച്ചപ്പ് ചെയ്യണമെന്നുണ്ടാ ചെയ്യാൻ കൊടുത്തു. ഇതിൽ ആ മെയിനായിട്ട് നിൽക്കുന്ന 2-3 മാം എന്തായാലും ആ സമ്മർ ക്യാമ്പിനെ ഉണ്ടാവുള്ളൂ. കാരണം അത് കഴിഞ്ഞ് അവർ പോകും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഷമം മാമിനും ഉണ്ടായിരുന്നു, പിള്ളേർക്കും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ തുടങ്ങി 7ാം ക്ലാസ് 8ാം ക്ലാസ്സുള്ള കുട്ടികളടക്കം ഉണ്ടായിരുന്നു സമ്മർ ക്യാമ്പിന് കേട്ടോ. പല ടൈപ്പ് കുട്ടികൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് എന്താ പറയുക, എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും പാരൻസും എല്ലാവരും വർക്കിംഗ് പാരൻസൊക്കെ ഉള്ളവരുണ്ട്, ഒരു ലേറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അതുപോലെ എൻ്റെ വീഡിയോസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത്. തലതിരിഞ്ഞ് പോകുന്നുണ്ട്, ഇങ്ങനെ വരുമ്പോഴുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേ പരിപാടി സ്റ്റാർട്ട് ചെയ്യണ്. അപ്പോൾ എന്താ പറയുക, മറ്റേ സൈഡിലെ ടീച്ചേഴ്സൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ട്രോഫിയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇവിടെ നിന്നുണ്ടെങ്കിൽ ആങ്കറിങ് ചെയ്യുന്നത് ഒരു മെയിൻ മാമാണ്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞു. അതെല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതേ ഫതുവയുടെ മേക്കപ്പ് ഒരു വെറൈറ്റി ആയിരുന്നു. കാരണം ഞാൻ എന്നും ഫതുവിനൊരുക്കണ പോലെ നോർമൽ കോമ്പാക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, എന്നൊരു മോഡൽ തന്നെയാണ് ഒരുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം മാഷാഅല്ലാഹ് എനിക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എയർ ഹോസ്റ്റസ് ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ അവൾ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകം തന്നെയായിരുന്നു. അവൾ എന്നെ ഒരുക്കി തന്നിട്ടാ. എൻ്റെ നോർമൽ തന്നെയാണ് ഞാൻ ഒരുങ്ങിയത്. പക്ഷെ അവൾ എന്നാലും എന്തൊക്കെയോ ചെയ്തു തന്നു. പക്ഷെ ഫതുവാണ് ഫുള്ളും A to Z ഒരു ഫതു തന്നെയാണ് ചെയ്തത്.
അപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ പ്രിൻസിപ്പാൾ വന്നു, സംസാരിക്കുന്നു, ഓരോരുത്തരോരുത്തരും വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ അബ്ദുക്കുട്ടൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോൾ കിടന്ന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റാർട്ടിങ് ഒരു വെൽക്കം ഡാൻസ്, ചെറിയ പിള്ളേർ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് നന്നായിട്ട് പിള്ളേർ കളിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയില്ലേ നേരത്തെ ഫാൻസി ഡ്രസ്സിൻ്റെ അതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടി കുട്ടികൾക്ക്. അതിനിടയിൽ കൂടെ ചെറിയ ചെറിയ ടൈം കിട്ടുമ്പോൾ കുറച്ച് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൽ ഫത്വാക്കും അതിൽ ഫസ്റ്റത്തിലാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഫത്വാനും അതിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ കുട്ടികളുടെ കാറ്റഗറി വേറെ, വലിയ കുട്ടികളുടെ കാറ്റഗറി വേറെയാണ്. അപ്പോൾ അതും അങ്ങനെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫത്വയുടെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഫത്വ ഫാൻസി ഡ്രസ്സിൻ്റെ 3rd പ്രൈസിൻ്റെ ഗിഫ്റ്റ് വാങ്ങുന്നതാണ് കാണുന്നത്. ഫത്വ മേക്കപ്പ് ഇട്ടപ്പോൾ എല്ലാവരും സാറും കിടക്കുന്ന ഇട്ടിപ്പോയി വേറെ ലുക്കായാലും എന്ന് പറഞ്ഞ്. അതിന് ചെറിയ കുട്ടികളുടെ തന്നെ കുഞ്ഞു മക്കളുടെ തന്നെ ഒരു ഫ്രൂട്ട്സ് ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഫ്രൂട്ട് സോങ്സ് വെച്ചിട്ടുള്ള ഡാൻസ്, അതും അവരാരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസൊക്കെ ബാക്കിൽ സ്ക്രീനിൽ കാണിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം പോയി നിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫത്വയുടെ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ ഉണ്ട് ഒരു 2 ഡാൻസ് ചെറുത്, ഒരു 30 സെക്കൻഡ് പോലും തികച്ചില്ല, 15 സെക്കൻഡ് പോലും തികച്ചില്ല. അപ്പം ആ ഡാൻസ് കഴിഞ്ഞിട്ടാണ് അതിന് ഫ്യൂഷൻ ഡാൻസ്. അപ്പോൾ അത് ഏത് കോസ്റ്റ്യൂമാണോ ഇട്ടേക്കണത് അതിൻ്റെ ഓപ്പോസിറ്റ് കോസ്റ്റ്യൂമാണ് ഫ്യൂഷൻ ഡാൻസിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി മാറ്റണം, ഡ്രസ്സ് മാറ്റണം, അതുപോലെ നെറ്റി ചുറ്റി കയറണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടണമെന്ന് വെച്ചാൽ ആ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിനിടയിൽ നമ്മളെല്ലാം സെറ്റാക്കണം. അതിൻ്റെ ഇടയ്ക്ക് അത്തൂന് അനുക്കെടുക്കണം കേട്ടോ. അനുക്കാണ് ഫുള്ളും ആ മോനെ നോക്കിയത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ നമുക്ക് സ്നാക്സ് ബോക്സ് കിട്ടി. പാരൻസിനും എല്ലാവർക്കും ഉണ്ട് സ്നാക്ക് ബോക്സ് കിട്ടി. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായില്ല, കാരണം ഫതുവിൻ്റെ പരിപാടി കഴിയാണ്ട് എനിക്ക് സമാധാനം ഉണ്ടാകുന്നില്ല. പിന്നെ ഫതുവിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ആ നേരത്തെ തന്നെ മോന് ഓടിക്കേറി ഇത്താത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ മാം എടുത്ത് കൊടുത്തു. ഫതു മാഷാഅല്ലാഹ് നന്നായിട്ട് ഡാൻസ് കളിച്ചു. എന്നും കളിക്കുന്ന ഡാൻസ് തന്നെയാണ് ഫസ്റ്റ് സിംഗിൾ ഡാൻസ് കളിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് കയറും അനുക്കറക്കും, അത് കയറും തന്നെയെന്ന് പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ഫതുമാനിങ്ങനെ സ്റ്റേജിൽ കണ്ടിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അങ്ങനെ ഫതു മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് എല്ലാ പ്രാവശ്യം കളിക്കുന്നതിലും ഭംഗി, ഓരോ പ്രാവശ്യം കളിക്കുമ്പോഴും ഓരോ ഭംഗി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്യൂഷൻ ഡാൻസാണ്. ആ ഒരു 3 മിനിറ്റിനുള്ളിലാണ് നമ്മൾ മോളെ റെഡിയാക്കിയത് കണ്ടോ. ഫതുൻ്റെ ബ്ലൂ ചുരിദാർ കണ്ടോ, സെക്കൻഡ് വണ്ണാണ്. അതിൽ ആ ഒരു കോസ്റ്റ്യൂമിലേക്ക് മാറ്റാന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഞാനും മാം ഒരു കണക്കിലാണ് മാറ്റിയത്. അത് മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് കളിച്ചിട്ട് എല്ലാ മക്കളും നന്നായിട്ട് കളിച്ച്. അതിൻ്റെ കൂടെ ഫതുവും അടിപൊളിയായിട്ട് മാഷാഅല്ലാഹ് നന്നായിട്ട് കളിച്ച്. പിന്നെ ഒരുപാട് മാഷാഅല്ലാഹ് ഇതിൽ കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മക്കൾ പറയുമ്പോൾ എനിക്ക് മാഷാഅല്ലാഹ് പറഞ്ഞാൽ തീരില്ല, അത്ര അടിപൊളിയായിരുന്നു. പിന്നെന്താ പറയുക, ഫതുവിൻ്റെ നമ്മുടെ ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഏതാണോ മറ്റേ നമ്മൾ ഇതില്ലേ ശരാര ഡ്രസ്സ് അതുപോലത്തെ ആയിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് എല്ലാവരും ഉള്ളതുപോലെ ഇടാൻ പറഞ്ഞു. ഉള്ളതുകൊണ്ട് എക്സ്പെൻസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടത്തി അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായത്. ദേഹണ്ട ഫതുവിൻ്റെ ഈ കോസ്റ്റ്യൂമാക്കി ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ നമ്മളത് സ്നാക്ക് ബോക്സ് അത് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്തത്. കപ്പ് കേക്ക്, ഒരു സാൻഡ്വിച്ച്, ബിസ്ക്കറ്റ്, ഫ്രൂട്ടി, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സമ്മർ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത കുട്ടികളെ കൂടെ പാരൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറുന്ന കേട്ടോ കാണുന്നത്. ഫതുവാക്ക് അതിൻ്റെ ഒരു മൊമെൻറ്റോ സർട്ടിഫിക്കറ്റും കിട്ടിയിരുന്നു. അപ്പോൾ ഫതുവിൻ്റെ ഫോട്ടോ ബാക്കിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് പാരൻസ് വന്നിട്ട് അതിങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. ഭയങ്കര സന്തോഷം തോന്നിയ സമയം, ഫതുവിനും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞോടുകൂടി ആ മാമിനെ മിസ് ചെയ്യുന്നു. അതായത് പിള്ളേരെ ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇതായി, മാം ഇമോഷണലായി, പിള്ളേർ ഇമോഷണലായി. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമായിരുന്നു, അൽഹംദുലില്ലാ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. പിന്നെ ചലഞ്ചിങ് വീഡിയോ ഇട്ടോളാൻ പറഞ്ഞതായിട്ട് ഇൻഷാല്ലാഹ് ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഇനി ഫതുവിനെ ഉൾക്കൊള്ളിച്ചുള്ള ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും കാണാത്തവരായിരുന്നുണ്ടെങ്കിൽ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.